ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ മാത്സ് ആണ് എടുക്കാൻ പോണത്. മാത്സിൽ നെക്സ്റ്റ് ചാപ്റ്റർ 7th ചാപ്റ്ററാണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. സിമ്പിളി നമ്മളതിനെ AP എന്ന് പറയാറുണ്ട്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അപ്പോൾ നമ്മളിങ്ങനെ സമാന്തര ശ്രേണി എന്ന് പറയും. നമ്മൾ സമാന്തര ശ്രേണികൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലേ? 1, 3, 5, 7. അതായത് ഒരു പ്രത്യേക ഡിഫറൻസിൽ, ഒരു പ്രത്യേക നമ്പറിൻ്റെ ഡിഫറൻസിൽ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ശ്രേണികളെയാണെന്ന് പറയുക, സമാന്തര ശ്രേണി എന്ന് പറയാം. 1, 3, 5, 7 എന്ന് പറയുമ്പോൾ എന്താണ്? 1 + 2 3, 3 + 2 5, 5 + 2 7. അപ്പോൾ 2 എന്ന് പറയുന്ന നമ്പർ കൂടി വരുന്ന ഒരു ശ്രേണി. അപ്പോൾ എല്ലായിടത്തും എന്തായിരിക്കണം? 2 തന്നെയാണ് കൂടി വരുന്നത്. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്ത് പറയുക? സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മൾ ആദ്യം അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് മനസ്സിലാക്കണം. ഒരു സമാന്തര ശ്രേണി എന്താണ്, എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം, ഇക്വേഷൻസ് മനസ്സിലാക്കണം. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ശ്രേണി തന്നെ എടുക്കാം. 1, 3, 5, 7 എന്നുള്ള ശ്രേണി തന്നെ എടുക്കാം. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേം ഇപ്പോൾ 1, 3, 5, 7 എന്ന് പറയുമ്പോൾ അതിൽ 1, ആ ഫസ്റ്റ് ടേമിനെ നമ്മൾ സ്മോൾ ലെറ്റർ A എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാം. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് A ആണ്. A എന്ന് പറയുന്നത് എന്താണ്? ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ ഏതാണോ നമ്പർ, ആ നമ്പർ. ഇപ്പോൾ നമ്മൾ 1, 3, 5, 7 പറഞ്ഞപ്പോൾ ഏതാണ്? 1. ഇനി വേറൊരു ടേമാണ് D, സ്മോൾ ലെറ്റർ D. D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു സമാന്തര ശ്രേണിയിലെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ തൊട്ടടുത്തുള്ള 2 നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ്, അതിനെയാണ് എന്ത് പറയുന്നത്? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് D, അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയും, D എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ടേം ഓർത്ത് വയ്ക്കുക. A എന്ന് പറയുന്നത് ആദ്യത്തെ ഏതാണോ സംഖ്യ അതാണ്. D എന്ന് പറയുന്നത് 2 അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ്. 1, 3, 5, 7 എന്ന് പറയുമ്പോൾ അവിടെ എത്രയാണ് ഡിഫറൻസ് വന്നിരിക്കുന്നത്? 2 ആണ് വന്നിരിക്കുന്നത്. ഇനി TN അല്ലെങ്കിൽ nth ടേം എന്ന് സമാന്തര ശ്രേണി തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ നമ്മളൊരു പെർട്ടിക്കുലർ ടേം, ഈ 1, 3, 5, 7 ഒരു 16ാമത്തെ ടേം എത്രയാണ്? 16ാമത്തെ ടേം എത്രയാണ്? അതാണ് ഈ nth ടേം എന്ന് പറയുന്നത്. അപ്പോൾ nth ടേം കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. A + n - 1 × D. A + n - 1 × D. ഈ n എന്ന് പറയുന്നത് എന്താണ്? എത്രാമത്തെ ടേം ആണ് എന്നുള്ളതാണ്. എത്രാമത്തെ ടേം ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ സിമ്പിളായിട്ട് ഇതിൽ ചോദിക്കാവുന്നത്. ഇപ്പോൾ ഒരു ശ്രേണി തരും, എന്നിട്ട് പറയും ഈ ശ്രേണിയുടെ 20ാമത്തെ ടേം എത്രയാണ്? അതായത് TN എന്ന് പറയാം. 20ാമത്തെ ടേം എത്രയാണ്? A + 21 × D. അതായത് n എന്ന് പറയുന്നത് 20ാമത്തെ ടേമാണ്. അപ്പോൾ 19. A + 20 - 1 × D. അതായത് A + 19D. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ. ഇനിയിപ്പോൾ ഇതിൽ എന്നെങ്ങനെ ചോദിക്കാം? എന്താണ്? ഒരു ശ്രേണിയുടെ 30ാമത്തെ ടേം ഇത്രയാണ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പൊതുവ്യത്യാസം ഇത്രയാണ്, അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ ഫസ്റ്റ് ടേം ഏതാണെന്നുള്ളത് ഈ ഇക്വേഷനിൽ തന്നെ ഡയറക്റ്റായിട്ട് nth ടേം എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് nth ടേം തന്നിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ ടേംസ് ഇല്ലാണ്ടായിട്ടൊക്കെ അങ്ങനെ ചോദിക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളാണ്, വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ആ ഇക്വേഷനിൽ ഉള്ള സാധനങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇല്ലാത്തത് ഏത് ടേമാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാവും. 2 കണക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ മാക്സിമം നമ്മൾ ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. ഇതാണ് ഇതിൽ ചോദിക്കാവുന്ന കാര്യങ്ങൾ. പിന്നെ ഇനി ഇതിൽ ചോദിക്കാവുന്നൊരു കാര്യമാണ് തുക കാണുക. അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ നമ്മൾ അതിന് സിമ്പിൾ AP എന്ന് പറയാം. ഒരു APയിലെ ഒരു 12 ടേംസിൻ്റെ സം എത്രയാണ്? അതായത് 1 + 3 + 5 + 7 അങ്ങനെ വരില്ലേ? ആ സം എത്രയാണെന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. സമ്മ് ചോദിക്കുകയാണെങ്കിൽ അതിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. SN, സം ഓഫ് nth ടേം എന്നാണ് പറയുക. SN = n/2 × 2A + n - 1 × T. D, n/2 × 2A + n - 1 × D. ഇതും എന്താണ്? വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിലൊക്കെ ഡയറക്റ്റ് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ A എന്താണ്, D എന്താണ്, n എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്. D എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. n എന്ന് പറയുന്നത് എന്താണ്? എത്രാമത്തെ ടേം ആണ്, അതാണ് എന്ത് n എന്ന് പറയുന്നത്. പിന്നെ ഈ 2 ഇക്വേഷൻ പഠിക്കുക. ഇതിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി മറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരാനുള്ളത്. ഇപ്പോൾ ഇത് കേട്ടാ,
എ എന്ന് പറയുന്നത് ഒരു എ പിയുടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ്റെ ഫസ്റ്റ് ടേമാണ്. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ nth ടേം ടി എന്നാണ് കാണിക്കുക. nth ടേം എന്ന് പറയുന്നത് എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഈ n എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ 19ാമത്തെ ടേം എത്രയാണെന്ന് ചോദിക്കില്ലേ? അപ്പോൾ ആ 19 ഇവിടെ. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ഇനി അതിൻ്റെ തുക കാണാനായിട്ട് SN സം ഓഫ് nth ടേം n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 2 ഇക്വേഷൻ. ഇതിലത്തെ ഓരോ ടേംസ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ നോക്കിയ ഒരു AP തന്നിരിക്കുകയാണ്. 1 3 5 7 കണ്ടിന്യൂ ചെയ്ത് പോവാണ്. ഫസ്റ്റ് ടേം എ എന്ന് പറയുന്നത് 1 കോമൺ ഡിഫറൻസ് കണ്ട 3 മൈനസ് 1 തൊട്ടടുത്ത 2 ടേമുകൾ തമ്മിൽ ഡിഫറൻസ്. ഇതും 2 ഇത് 2. ഇതൊരു AP ആണെങ്കിൽ എന്താണ്? ഇതിൽ ഏത് 2 ടേമുകൾ എടുത്തു കഴിഞ്ഞാലും എന്തായിരിക്കും? 2 ആയിരിക്കും കോമൺ ഡിഫറൻസ്. ഒരു കണക്ക് തന്നിരിക്കുകയാണ്. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് -3, കോമൺ ഡിഫറൻസ് 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ഫൈൻഡ് 21st ടേം 21ാമത്തെ ടേം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നോക്കി എഴുതാം. എ എന്ന് പറയണത് അതായത് ഫസ്റ്റ് ടേം -3 ആണ്. ഡി എന്ന് പറയുന്നത് 5 ആണ്. കണ്ടുപിടിക്കേണ്ടത് ഏതാണ്? 21st ടേം ആണ്. ഇക്വേഷൻ എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. എ എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്, ഡിയും തന്നിട്ടുണ്ട്. n എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണ്? അപ്പോൾ നമ്മുടെ 21st ടേം ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എത്രയാണ്? 97. അപ്പോൾ വേറെ ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. 6th ടേം അതായത് സം ഓഫ് 6th ടേം ഈക്വൽ ടു -45. ആ എ പിയുടെ ഫസ്റ്റ് ടേം -5 ആണ്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കാം. നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ എഴുതാം. SN ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഇനി SN എന്ന് പറയുന്നത് 6 ആണ്. S6 ഈക്വൽ ടു എല്ലാ നമ്മുടെ കയ്യിലുള്ള വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 6/2 ഇൻറ്റു 2 ഇൻറ്റു -5 ഇൻറ്റു 6 മൈനസ് 1 ഇൻറ്റു ഡി. അപ്പോൾ S6 നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? -45 ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈക്വൽ ടു നമ്മളിതൊക്കെ വിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ലാസ്റ്റ് -1 കിട്ടും. DC ഈക്വൽ ടു -1 കിട്ടും. ജസ്റ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ടേം മിസ്സായിട്ട് തരും. അത് ചിലപ്പോൾ എന്താണ്? എയോ ഡിയോ ഇപ്പുറത്ത് തരാം, അല്ലെങ്കിൽ എന്താണ് അപ്പുറത്ത് അതിൻ്റെ സമ്മ് തന്നെ മിസ്സായിട്ട് തരാം. ഇങ്ങനെയാണ് എല്ലാ കേസിലും സംഭവിക്കുക. അപ്പോൾ ഇത്രയുള്ള സംഭവം ഓരോന്നും എന്താണെന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇനി ഇതിൽ ചോദിക്കാവുന്ന വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു AP എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഒരു APയുടെ ഓരോ ടേംസും ഇങ്ങനെയാണ് വരുന്നത്. അതായത് TN ഈസ് ഈക്വൽ ടു 2 + 3n. ഈ ഒരു മോഡലിലാണ് ഒരു APയുടെ ടേംസ് വരുന്നതെന്ന് പറയും. എന്നിട്ട് AP കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് APയുടെ ഓരോ ടേംസിന് ഫോർമാറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ n ഓരോ വാല്യൂ ഇട്ട് കൊടുക്കാം. 1ാമത്തെ ടേമിൻ്റെ, 2ാമത്തെ ടേമിൻ്റെ, 3ാമത്തെ ടേമിൻ്റെ. അപ്പോൾ നോക്കിയേ, TN ഇസ് ഈക്വൽ ടു 2 + 3n. അപ്പോൾ T1 1ാമത്തെ ടേം എത്രയായിരിക്കും? 2 + 3 ഇൻറ്റു 1 5. 2ാമത്തെ ടേം കണ്ടുപിടിക്കുക. 2 + 3 ഇൻറ്റു 2. ഇതേ ഇക്വേഷനിലാണ് എന്നിൻ്റെ പ്ലേസിൽ 1 2 3 4 ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ 8 കിട്ടി. ഇനി T3 ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 3. അപ്പോൾ നമുക്ക് 11 കിട്ടും. T4 ഈക്വൽ ടു 2 ഇൻറ്റു 3 ഇൻറ്റു 4. അപ്പോൾ നമുക്ക് 13 കിട്ടും. അപ്പോൾ AP എന്ന് പറയുന്നത് എത്രയാണ്? 5, 8, 11, 13. 5, 8, 11, 13 എന്ന് പറയുന്നതാണ് AP വരുന്നത്. ഇവരെ കോമൺ ഡിഫറൻസ് ഒന്ന് നോക്കിയേ. 8 - 5 3 തന്നെയാണ് കിട്ടുന്നത്. ഇനി സോറി ഇവിടെ 14 AP ഇങ്ങനെയാണ്. 5, 8, 11, 14. 14 - 11 3 തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാണ്, ഒന്നുമില്ല, APയുടെ ഓരോ ടേം ഇങ്ങനെയാണെന്നാണ് നമുക്കൊരു ഇക്വേഷൻ തരും. ആ ഇക്വേഷനിൽ എന്താണ്? എന്നിൻ്റെ പ്ലേസിൽ ആദ്യം 1 ഇട്ട് കൊടുക്കുക, 2 ഇട്ട് കൊടുക്കുക, 3 ഇട്ട് കൊടുക്കുക, 4 വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ കിട്ടുന്ന നമ്പേഴ്സ് എന്താണ്? ഒരു ശ്രേണിയായിട്ട് എഴുതാം. അപ്പം ഇങ്ങനെയും ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരും. അതേപോലെ തന്നെ പ്രൂവ് ദാറ്റ് എന്ന് ചോദിക്കും. പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഏതെങ്കിലും ഒരു ടേം മിസ്സായിട്ട് വന്ന് ചോദിച്ചിട്ടില്ലേ, എന്നിട്ട് പറയും അതിൻ്റെ ആൻസറും കൂടെ നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എല്ലാത്തിൻ്റെ തുക തന്നിട്ട് കോമൺ ഡിഫറൻസ് -1 ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട്.
അത് നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി, അതവിടെ ഇട്ട് കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് -1 കിട്ടും. അപ്പോൾ നമ്മൾ പ്രൂവായി. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാനുള്ളത്. മെയിനായിട്ട് നിങ്ങൾ എയും ഡിയും പിന്നെ ആ 2 ഇക്വേഷനും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് പറ്റും.